ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കോഡിംഗ് ആശാൻ. അപ്പോൾ നമ്മൾ ഇന്ന് വീക്ക് 5 കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് പ്രോട്ടോടൈപ്പിൽ എനിക്കുണ്ടായിട്ടുള്ള 5ാമത്തെ വീക്ക് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രോ ഒന്നും കൂടുതൽ പഠിച്ചു നിന്നിട്ടുന്നില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സോ വീക്ക് 5 നമ്മൾ 4th വീക്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4th വീക്കിൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ 4th വീക്കിൻ്റെ വീഡിയോസ് നമ്മുടെ ഐ ബട്ടണായിട്ട് എന്തെങ്കിലും കൊടുക്കാം, കാർഡായിട്ടോ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വീക്കിലി വീഡിയോസിന് വേണ്ടി മാത്രമായിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇവിടെയും പാസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിൽ വീക്ക് 1 മുതൽ ഏത് വീക്ക് വരെയാണ് വീഡിയോ ഇട്ടിട്ടുള്ളത് ആ വീഡിയോസൊക്കെ ആ ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ 4th വീക്കിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 4th വീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4th വീക്ക് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം 5th വീക്കിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീക്കാണ് 5th വീക്ക് എന്ന് പറയുന്നത്. 5th വീക്കിൽ നമ്മൾ ഡാറ്റാബേസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഡാറ്റാബേസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് NoSQL ബേസ്ഡ് ആയിട്ടുള്ള MongoDB ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചറിൽ അങ്ങനെയാണ് വരുന്നത്. MongoDB ആണ് നമ്മുടെ ഡാറ്റാബേസ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് MongoDB എന്താണെന്നും MongoDB എങ്ങനെയൊക്കെയാണെന്നും MongoDBനെ കുറിച്ച് പഠിക്കാതെ നിങ്ങൾ ആദ്യം ഡാറ്റാബേസ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഡാറ്റാബേസിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ ധാരാളം അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അതുപോലെ ഡോക്യുമെൻറ്റേഷൻസ് വായിക്കാം. അതുപോലെ നിങ്ങൾക്ക് ChatGPT ഉപയോഗിച്ച് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡാറ്റാബേസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ NoSQL ഡാറ്റാബേസ് അതുപോലെ SQL ബേസ്ഡ് ഡാറ്റാബേസ് ഇത് രണ്ടും ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. അതുപോലെ ഇതിനെക്കുറിച്ച് ഡിഫറൻസ് പഠിക്കുക. ഇതെങ്ങനെയൊക്കെയാണ് ഈ രണ്ട് ഡാറ്റാബേസുകളും വരുന്നത്, ഇതിൻ്റെ സ്ട്രക്ചറുകളൊക്കെ എന്തൊക്കെയാണ്, ഇതിൻ്റെ എന്ത് കാരണത്താണ് ഇത് രണ്ടുപേരും മാറ്റം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിവ് ഉണ്ടായിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബേസിക് ഐഡിയ MongoDBനെ കുറിച്ച് കിട്ടും. NoSQL ബേസ്ഡ് ആയിട്ടുള്ള NoSQL ഡാറ്റാബേസ് ആയിട്ടുള്ള MongoDBനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, MongoDB ഇൻസ്റ്റാളേഷൻ ചെയ്യുക. MongoDBൻ്റെ ഷെല്ലായിട്ടുള്ള Mongoose, അതുപോലെ MongoDB കോമ്പസിൻ്റെ ഇത് രണ്ടിൻ്റെ ഇൻസ്റ്റാളേഷൻ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അത് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ റെഫർ ചെയ്താൽ മതി. നിങ്ങൾ പുതിയ വേർഷൻ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ അത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു 5th വീക്കിൽ ഫുള്ള് ചെയ്യുന്നത് Mongoose-ലായിരിക്കും, അതായത് MongoDB Mongo ഷെല്ലിലായിരിക്കും നമ്മൾ ഈ 5th വീക്കിൻ്റെ ടാസ്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 5th വീക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പറയണമെന്നില്ല. മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു PDF ഉണ്ട്. ആ PDFൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ MongoDBനെ കുറിച്ച് നിങ്ങൾ അത്രയും കാര്യങ്ങൾ പഠിക്കുക. പിന്നെ MongoDBനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രോട്ടോടൈപ്പിൽ 5th വീക്കിൽ ടാസ്ക് ആയിക്കാണ്ട് ഈ 5th വീക്കിൻ്റെ ടാസ്ക് ആയിക്കാണ്ട് കുറച്ച് അസൈൻമെൻറ്റ്സ് ആണ് ലഭിക്കുന്നത്. അതായത് 3rd വീക്കിൽ ലഭിച്ച പോലത്തെ കുറച്ച് അസൈൻമെൻറ്റ്സ് ആണ് 5th വീക്കിലും ലഭിക്കുന്നത്. അപ്പോൾ ആ അസൈൻമെൻറ്റ്സൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൽ CRUD ഓപ്പറേഷൻസ്, അതായത് MongoDBയിൽ ഡാറ്റാബേസിൻ്റെ കളക്ഷനിൽ, അതുപോലെ ഡാറ്റാബേസ് കളക്ഷൻസ്, അതുപോലെ ഡാറ്റാബേസ് കളക്ഷൻസിലെ ഡോക്യുമെൻറ്റ്സ്, ഇതിലൊക്കെ ഒരു CRUD ഓപ്പറേഷൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ CRUD ഓപ്പറേഷൻസൊക്കെ നിങ്ങൾ അഗ്രിഗേഷൻ വെച്ചിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ MongoDBയിൽ മെയിനായിട്ട് നോക്കാനുള്ള കാര്യങ്ങൾ, അതായത് പ്രാക്ടിക്കൽ പാർട്ടിന് മെയിനായിട്ട് നോക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് CRUD ഓപ്പറേഷൻസ് ആണ്. CRUD ഓപ്പറേഷൻസ് CRUD, CRUD, അതായത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇതിനെ കുറിച്ചുള്ള മൊത്തം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അതുപോലെ അഗ്രിഗേഷൻ പൈപ്പ്ലൈൻസ്, അഗ്രിഗേഷൻ മെത്തേഡ്സ്, പൈപ്പ്ലൈൻ മെത്തേഡ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ അതിൻ്റെ കുറച്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് കുറച്ചൊക്കെ ലോജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത്ര വലിയ അടങ്ങാറുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് അതൊക്കെ എങ്ങനെ ഒരു ഡാറ്റാബേസിലെ കളക്ഷൻസൊക്കെ മാനേജ് ചെയ്യാം, എങ്ങനെ അതിൽ ഓപ്പറേഷൻസൊക്കെ നടത്താം എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 4th വീക്ക് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീക്കാണ് 5th വീക്ക് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4th ഉം 5th ഉം കൂട്ടിയിട്ടാണ് നമ്മൾ 6th വീക്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ അത് രണ്ടും നിങ്ങൾ ഈ ഒരു 4th ഉം 5th ഉം വീക്ക് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വരും ഡെവലപ്പർ ആയിട്ടുള്ള ലൈഫിൽ ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ MongoDB നോക്കേണ്ടത് MongoDB എങ്ങനെ Node.js-ഉമായിട്ട് കണക്ട് ചെയ്യാം, അതായത് നമ്മുടെ ഡാറ്റാബേസ് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ Mongoose എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അതൊക്കെ ആക്ച്വലി 6th വീക്കിലാണ് നിങ്ങൾ കൂടുതലായിട്ട് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു MongoDB വീക്കിലുള്ളത്, അതായത് 5th വീക്കിലുള്ളത്, അതായത് ഡാറ്റാബേസ് വീക്കിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഡാറ്റാബേസ്, അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ NoSQL ബേസ്ഡ് ഡാറ്റാബേസ് ഉണ്ട്, SQL ബേസ്ഡ് ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ NoSQL ബേസ്ഡ് ഡാറ്റാബേസ് ആയിട്ടുള്ള MongoDBയിൽ എങ്ങനെയൊക്കെയാണ് ഡാറ്റാബേസ് ഉണ്ടാകുന്നത്, എങ്ങനെയൊക്കെയാണ് കളക്ഷൻസ് ഉണ്ടാകുന്നത്, ഏതൊക്കെ തരം കളക്ഷൻസ് ആണുള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ കളക്ഷൻസിനുള്ള ഡോക്യുമെൻറ്റ്സിൽ CRUD ഓപ്പറേഷൻസ് എങ്ങനെ നടത്താം,
അഗ്രഗേഷൻ പൈപ്പ് ലൈൻസ് എങ്ങനെ നടത്താം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ തിയറി പാർട്ടിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, സ്കെയിലിംഗ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, റെപ്ലിക്കേഷൻ, സ്കെയിലിംഗ്, ഷാഡിങ്, അങ്ങനത്തെ ഇൻഡെക്സിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വീക്ക് അല്ല ഈ 5th വീക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പാസ്സായി പോകാൻ പറ്റിയ ഒരു വീക്കാണ് 5th വീക്ക്. സോ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഞാൻ പിന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു PDF പ്രൊവൈഡ് ചെയ്യാം. ആക്ച്വലി നമ്മുടെ വ്യൂവേഴ്സ് തന്നെ കുറേ പേരും പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിരുന്നു, നിങ്ങൾ ഈ വീഡിയോസിൽ പറയുന്നതിൽ ഒന്നുകൂടി PDF ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ഉത്തമം എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിരുന്നു. സോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു PDF രൂപത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഈ MongoDB വീക്കിനെ കുറിച്ച്. സോ അതിൻ്റെ ഒരു PDF ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ MongoDBയിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പാസ് ചെയ്തുകൊണ്ട് ഇരിക്കാം എന്തെങ്കിലുമൊക്കെ. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ 4th വീക്ക് തന്നെ കവർ ചെയ്തിരുന്നു. അപ്പോൾ ആ ടെലഗ്രാം കമ്മ്യൂണിറ്റി ഇതുവരെ ആരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. എല്ലാവരും തന്നെ ആ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് അതിൽ ചോദിക്കാം, നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ചോദിക്കാം, എറർ വരുന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളും തന്നെ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് റിപ്ലൈ തരിക, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു 5th വീക്കിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്